അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമായ മുഹറം മാസത്തിലെ അതിമനോഹരമായ തിങ്കളാഴ്ച രാവും പകലും ഒക്കെ കടന്നു വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ജനിപ്പിക്കാനായിട്ട് തെരഞ്ഞെടുത്ത ഒരു ദിവസത്തിന്റെ രാവും പകലും അതെത്രമേൽ മഹത്വം നിറഞ്ഞതായിരിക്കും അല്ലേ? വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താ? ഫീഹി ഖുലിക ആദമു, ആദം നബി അലൈഹി സ്വലാമിന് പടയ്ക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത തിങ്കളാഴ്ചയുടെ മഹത്വം എത്രയായിരിക്കും? ചില ഇൽമെല്ലാം രഹസ്യമാണെന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല. അത്തരമൊരു ഇൽമ് തന്നെയല്ലേ ഈ തിങ്കളാഴ്ചയുടെ മഹത്വം. അതുപോലെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അതിന് എത്രമേൽ ബറക്കത്തുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരൂലേ? മാത്രമല്ല, ഈ ദിവസത്തിൽ ഈ രാവിലും പകലിലും ഒക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ മഹത്വം എത്രയാണ്. സ്വലാത്ത് കൊണ്ട് നിങ്ങളുടെ എല്ലാ ടെൻഷനും മാറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് എന്തെല്ലാം ടെൻഷനുകളുണ്ടോ ആ ടെൻഷനുകളെല്ലാം സ്വലാത്ത് കൊണ്ട് അള്ളാഹു നീക്കിത്തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പോ ഇന്ന് അതിവിശിഷ്ടമായൊരു സ്വലാത്ത് ചെല്ലണം. ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ നീങ്ങണം. പിന്നെ ഈ സ്വലാത്തിന് പ്രത്യേകതയുണ്ട്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ടെൻഷനായ കടബാധ്യത അള്ളാഹു നീക്കിത്തരും. അതുകൊണ്ട് തന്നെ കടം വീടണം എന്നുള്ള നെയ്യത്തിലല്ല ഈ സ്വലാത്ത് ചൊല്ലേണ്ടത്. മുത്തുനബിയോടുള്ള അടങ്ങാത്ത മഹബത്തിൽ ഹബീബിനോട് പ്രണയിച്ചുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരുമത്രേ. അത്ര വിശിഷ്ടമായൊരു സ്വലാത്താണ് നമ്മൾ ഇന്ന് ചൊല്ലുന്നത്. ഒരുപാട് കടം കൊണ്ട് വലയുന്ന ആളുകളുണ്ട് അല്ലേ? കടം പലപ്പോഴും അപകടമാണെന്നേ. കടം തിരിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അങ്ങനെ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പൊരുത്തമില്ലാതെ സ്വർഗം പോലും നമുക്ക് നിഷിദ്ധാണ്. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ. അകാരണമായി കടം മേടിക്കരുത് കേട്ടോ. നമ്മൾ അള്ളാഹുവിൽ നെയ്യത്താക്കിയിട്ട് അത്യാവശ്യ ഘട്ടത്തിൽ കടം മേടിച്ചാൽ കൊടുക്കൂ എന്നുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹ് വീട്ടാൻ സഹായിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാളുടെ നമ്മൾ കടം മേടിക്കാൻ ഞാനിത് തിരിച്ചു കൊടുക്കൂല എന്നാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അള്ളാഹു നമ്മളെ നശിപ്പിച്ച് കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ നിന്ന് കടം മേടിച്ചിട്ട് ആ പൈസ കയ്യിൽ വെച്ചുകൊണ്ട് അയാൾക്ക് കൊടുക്കാതെ നമ്മൾ ആ പൈസ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ചെലവാക്കുകയാണെങ്കിൽ അതുകൊണ്ട് നാശം ഉണ്ടാവുള്ളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വെച്ചാണ്. അതുകൊണ്ട് കടം സമാധാനം ഉണ്ടാവൂല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. അപ്പൊ എല്ലാ കടങ്ങളും വീടണം വേണ്ടേ? എന്നിട്ട് സമാധാനത്തോടെ ജീവിക്കണം. അതും കൂടെ നമ്മുടെ കൽബിലുണ്ടായിക്കോട്ടെ. പക്ഷെ ആത്യന്തികമായി മുത്തുനബിയോടുള്ള അടങ്ങാത്ത മഹബത്താണ് ഈ സ്വലാത്തിന്റെ നിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് സ്വലാത്ത് എന്ന് ചൊല്ലിക്ക്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ കടങ്ങളും പ്രയാസങ്ങളും നീക്കിത്തരട്ടെ. ഒരു 33 തവണ നമുക്ക് ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات.
اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل وسلم على محمد عبدك ورسولك وعلى
അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. കരുണക്കടലായ റബ്ബേ, നിന്റെ ഹബീബായ നിന്റെ ത്വബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. ഹബീബിനോടുള്ള അതിരറ്റ മഹബ്ബത്ത് നീ നൽകണേ അല്ലാ. ഒരുപാട് ആളുകളെ അസുഖബാധിതരാണ്. ഇന്ന് ഒരു സഹോദരൻ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാ പറഞ്ഞു, ഉസ്താദേ വല്ലാത്ത പ്രയാസത്തിലാണ്, ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നാണ്. നമ്മുടെ സദസ്സിലുണ്ടല്ലേ ക്യാൻസർ, ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. ഇപ്പോൾ ഈ ഒരു പകർച്ചവ്യാധിയൊക്കെ പടർന്നു പിടിക്കുന്ന സമയത്ത് പനി ബാധിച്ച് വല്ലാത്ത പ്രയാസത്തിലായി ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. നമുക്കൊരു 11 തവണ അതൊന്ന് ചൊല്ലാം. എനിക്കും സൗണ്ടൊന്നും അങ്ങ് ശരിയായിട്ടില്ല, എന്നാലും അൽഹംദുലില്ലാ നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ടാണ് ഇപ്പോൾ ഒന്നൊന്നൊന്നും ഒക്കെ ആയി വന്നിട്ടുള്ളത്. അള്ളാഹു അതൊക്കെ പരിപൂർണ്ണ ശിഫയിലാക്കട്ടെ. അപ്പോൾ മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത മന്ത്രം ഒരു 11 തവണ നമുക്കൊന്ന് ചൊല്ലാം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ മന്ത്രിക്കുന്നു. എല്ലാ ഉപദ്രവിക്കുന്ന വസ്തുക്കളെ തൊട്ടും അസൂയാലുക്കളുടെ കണ്ണേറിനെ തൊട്ടും അള്ളാഹു തങ്ങൾക്ക് ശമനം തരട്ടെ എന്നതിലേക്ക് മന്ത്രിച്ചു കൊടുക്കുന്നൊരു മന്ത്രം കൂടെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ മന്ത്രം നമുക്കൊരുമിച്ചൊരു 11 തവണ ചൊല്ലാം. എന്നിട്ട് നിങ്ങളുടെ 2 കൈകളും ചേർത്ത് വെച്ച് അതിലേക്ക് ഇശ്ഫി എന്നൂത, ഇശ്ഫി നൂതിയിട്ട് നിങ്ങളുടെ മുഖം മുതൽ, പ്രത്യേകിച്ച് അസുഖമുള്ള ആളുകൾ എല്ലാവർക്കും തടവാം, ശരീരം മുഴുവനും ഒന്ന് തടവി കൊടുക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മന്ത്രിച്ചൊരു മന്ത്രമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗമാണെങ്കിൽ അവർക്കും അതുപോലെ നമ്മുടെ കയ്യിലൊന്ന് മന്ത്രിച്ചിട്ട് അവരുടെ ശരീരം തടവി കൊടുക്കുക, അവരുടെ ശിരസിലൊന്ന് ഊതി കൊടുക്കുക, ചെയ്യൂലേ? ഏതായാലും ആ മന്ത്രം ആ ദിക്റൊന്ന് 11 തവണ. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക
ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ഇശ്ഫി കൈകളിൽ മന്ത്രിക്കുക, എന്നിട്ട് ശരീരം മുഴുവനൊന്ന് തടവി കൊടുക്കുക. കരുണക്കടലായ റബ്ബേ, ഈ അത്ഭുത മന്ത്രത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ എന്താണോ നീ അതെല്ലാം ശിഫയാക്കണേ അല്ലാ, നീ അതെല്ലാം ശിഫയാക്കണേ അല്ലാ. എന്നൊരു കുട്ടി വളരെ സങ്കടത്തോടെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഞാൻ അമിതമായി ഒരു തെറ്റിൽ അടിമയായിപ്പോയി. എന്താണ് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അമിതമായി അതിലിങ്ങനെ അടിമയായിപ്പോയി, എനിക്കതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റണില്ല. നമ്മൾ പരിശ്രമിക്കണം അതിൽ നിന്ന് പുറത്തു കിടക്കാൻ. കൂട്ടത്തിലൊരു ദുആയും കൂടെ ഉണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തെറ്റ് ചെയ്തു പോകും അല്ലേ? തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനോഹരമായൊരു ദുആ പരിശുദ്ധ ഖുർആനിൽ തന്നെ പടച്ച റബ്ബ് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ? സൂറത്ത് ആലി ഇംറാന്റെ 157 ആയത്തിലൊക്കെ നമുക്ക് മനോഹരമായി കാണാം. അല്ലാഹ് പറയുന്നുണ്ട്, മൻ ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. എന്റെ മാർഗത്തിൽ പരിശ്രമിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. അപ്പോൾ ദുആ ചെയ്യുന്നതോടൊപ്പം കഠിനമായ പരിശ്രമം കൂടെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പ്രത്യേകിച്ച് മനോഹരമായ തിങ്കളാഴ്ച രാവിലും പകലിലും ഒക്കെ ഈ ദുആ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹു നമ്മളെ അങ്ങ് സ്വീകരിക്കുന്നേ. നമ്മുടെ കൽബിനെ മാറ്റിമറിക്കാൻ പടച്ചവൻ എത്ര നേരം വേണം അല്ലേ? കൽബിനെ പടച്ച, രഹസ്യത്തെ പടച്ച അള്ളാഹ് നമ്മളെ കൈപിടിക്കും. അതുകൊണ്ട് തന്നെ ഈ ദുആ, ഞാൻ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അള്ളാഹിൻ്റെ നല്ലൊരടിമയായി മാറണം അല്ലേ? അള്ളാഹിൻ്റെ നല്ലൊരടിമയായി മാറണം. എൻ്റെ ഈ ഒരു പാദത്തെ ഹിദായത്തിലല്ല ഉറപ്പിച്ചു നിർത്തണം. മനസ്സ് തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. ഏത് സെക്കൻഡിലും ഹിദായത്ത് നഷ്ടപ്പെട്ടേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ ദുആ ഒരു 11 തവണ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين.
ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين يا ربنا ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി റബ്ബേ. എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നിലേക്ക് അടുക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. നിന്നിലേക്കുള്ള മാർഗങ്ങൾ നീ തുറന്നു നൽകണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് വ്യത്യസ്തങ്ങളായ ഒരുപാട് ദിക്റുകൾ നമ്മൾ ചൊല്ലിയല്ലേ, അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. പിന്നെ ഈ മുഹറം പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്ർ ഏതാ? രക്ഷയുടെ ദിക്ർ തന്നെയാണ്. എത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും അല്ലാഹു നമ്മളെ കൈപിടിക്കാനുള്ള ദിക്ർ. നമ്മുടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിലുള്ള നൊമ്പരങ്ങൾ അല്ലാഹ് അറിയുന്നവനാണ്. അതുകൊണ്ട് ഒരു 11 തവണ ചൊല്ലാം. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ കൽബിൽ നമ്മളുണ്ടെങ്കിൽ പടച്ചോനിങ്ങനെ അവരുടെ കൽബിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കാണും. അപ്പോൾ ഔലിയാക്കളുടെ മദ്ഹ്, അള്ളാഹിൻ്റെ സ്വീകാര്യത, പടച്ചോൻ്റെ ഒരു നോട്ടം കിട്ടാൻ ഏറെ നല്ലതാണ്. ഒരു ബൈത്തും കൂടെ ചൊല്ലിയിട്ട് അതിനോടൊപ്പം മുത്തുനബിയുടെ സ്വലാത്തും ഉണ്ട് ആ ബൈത്തിൽ, അതുകൂടെ ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ചെറിയൊരു ദുആ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പരിശുദ്ധമായ രാവും പകലും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നലംതുൽ മദ്ഹ യാ അല്ലാഹ് ബിഔനിൻ മിൻക യാ അല്ലാഹ് റജൗതുൽ ഫളല യാ അല്ലാഹ് ബിജാഹി ശൈഖി അജ്മീരി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ബിമന്നിക റബ്ബി ഫഗ്ഫിർലി ദുനൂബിൽ ഐബ വസ്തുർലി അത്ൽ ഫിൽ ഖൈരി آجالي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله عن الحساد والظلم وسلمني وذلهم وخلصني عن الهدم بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ഖാജാ തങ്ങളുടെ മദദ് എന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വരി യാ റബ്ബി ബിൽ മുസ്തഫ എല്ലാവരും കൽബിൽ തട്ടിയിട്ട് അതുകൂടെ ചൊല്ലി നമുക്ക് ദ്വാരക്കാം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി യാ റബ്ബി ബിൽ മുസ്തഫ
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ദുആവസിയത്തുകളുണ്ട്, സങ്കടങ്ങളേറെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹ് അവരെ ചേർത്ത് പിടിച്ച കഥകളൊക്കെ എത്രയല്ലേ. ഇന്നൊരു കമൻറ്റ് കണ്ടു, ഒരുപാട് നാളായി മക്കളില്ലാതെ കാത്തിരിക്കുമായിരുന്നു, നമ്മുടെ സ്വഭാവുൽ ഹൈറിലൂടെ അൽഹംദുലില്ലാ പറഞ്ഞു തുടങ്ങിയപ്പോൾ അള്ളാഹു മക്കളെ കൊടുത്തു എന്നാണ്. സ്വഭാവുൽ ഹൈർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. എന്ത് തിരക്കുണ്ടോ, ഇന്ന് സ്വഭാവുൽ ഹൈർ കണ്ടവർ കുറവാ അല്ലേ. സ്വഭാവുൽ ഹൈർ മുടക്കിയിട്ടുള്ളൊരു പരിപാടി ഉണ്ടാകരുത്. എന്ത് തിരക്കുണ്ടോ സ്വഭാവുൽ ഹൈറിൽ പങ്കെടുക്കണം. അത് നമ്മുടെ ഹംദിൻ്റെ ബലാണ് അല്ലേ. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് നന്നായി എന്ന് പറഞ്ഞ സഹോദരിയൊക്കെ യാ റബ്ബന, ഇതൊരു സന്തോഷമാണ്. അള്ളാഹു റബ്ബുൽ ഹംദിലൂടെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ ആസ്വദിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയൊരു ദുആ. അപ്പോൾ ഹദിയ ചെയ്തവർക്ക് വേണ്ടി പ്രത്യേകം ദുആ കേട്ടോ. അതിൽ ഞാൻ മാത്രമല്ല, ഒരുപാട് സാധുക്കളായ മനുഷ്യന്മാരൊക്കെ ദ്വാരക്കുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസുലാക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പരിശുദ്ധമായ രാവിന്റെ ബറക്കത്ത് കൊണ്ട് പാരായണം ചെയ്തതെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഖായിബാക്കല്ലേ അല്ലാഹ്, തഴയല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ്. മനസ്സമാധാനം നൽകണേ അല്ലാഹ്. ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലാഹ്, സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ലാഹ്. അല്ലാമുൽ ഗുയൂബായ തമ്പുരാൻ, കൽബറിയുന്ന നാദാ, കൽബിലെ വേദനകളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. പാപങ്ങളേറെ ചെയ്തു പോയി തമ്പുരാനെ. നസ്തഗ്ഫിറുല്ലാഹ് നസ്തഗ്ഫിറുല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്, നീ സമാധാനം നൽകണേ തമ്പുരാനെ. യാ റബ്ബനാ, പടച്ചോനെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ആബിദീങ്ങളാക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്. ഇണകളെ നേർവഴിക്ക് നടത്തണേ അല്ലാഹ്. അവിഹിതങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. ഹറാമായ ബന്ധങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. സംശയ രോഗം നൽകല്ലേ അല്ലാഹ്. അങ്ങനെ പെട്ടുപോയവരുണ്ടെങ്കിൽ രക്ഷിക്കണേ അല്ലാഹ്. ജീവിതം തകർച്ചയുടെ ഘട്ടത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്, എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വീടകം സമാധാനത്തിന്റെ കേന്ദ്രമാക്കണേ അല്ലാഹ്. പഠിക്കുന്നവരുണ്ട്, പുരോഗതി നൽകണേ അല്ലാഹ്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, വിജയം നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. തൊഴിലുകളിൽ ഖൈർ നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ പെട്ടുകിടക്കുന്നവരുണ്ട്, ജയിലിലകപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ലൈസൻസിന് വേണ്ടി, അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളേറ്റെടുക്കണേ അല്ലാഹ്. ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എത്രയെത്ര അസുഖബാധിതരാണ്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ആജിലായ ശമനം നീ നൽകണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറിലാണ്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഖബറിടം വെളിച്ചമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വാപ്പയെയും ഉമ്മയെയും നീ അദാബിലാക്കല്ലേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാഹ്. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, യാ റബ്ബനാ യാ റബ്ബനാ, ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാഹ്. മദീന കാണാതെ വിളിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഉംറക്ക് പോകുന്ന സഹോദരങ്ങളുണ്ട്, എളുപ്പമാക്കണേ അല്ലാഹ്. അമലുകൾ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്.
മദീനയിലെ രാജകുമാരനെ കാണാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. യാ റസൂലല്ലാ, യാ റസൂലല്ലാ, അങ്ങയുടെ കാരുണ്യത്തിന്റെ നോട്ടമൊന്ന് നോക്കണേ തങ്ങളെ. സാധുക്കളാണ് ഹബീബേ. യാ ശഫീഅൽ വറാ, യാ ശഫീഅൽ വറാ, സലാമുൻ അലൈക് യാ നബിയൽ ഹുദാ, സലാമുൻ അലൈക് യാ നബിയൽ ഹുദാ, സലാമുൻ അലൈക്. ഹബീബായ തങ്ങൾക്ക് നേരെ റൗളയുടെ മുമ്പിൽ വന്ന് സലാം പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും താജുദാരേ മദീന, സർവരെ ആലം, സർക്കാർ ദു ആലം, സയ്യിദുൽ കായിനാത്ത് അഷ്റഫുൽ അംബിയാ, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ സവിധത്തിൽ ഒരുമിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.